നമസ്തേ മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. 2017-18 വർഷത്തെ മേടം മുതൽക്ക് മീനം വരെയുള്ള 12 രാശിക്കാരുടെ ഫലങ്ങളെയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് എത്തി നോക്കുന്നത്. മുഴുവനായിട്ട് നമുക്ക് പ്രവചിക്കാൻ സാധ്യമല്ല, കാരണം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദശാകാലം വിവിധ ദശാകാലങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ കൊണ്ട് മുഴുവനായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ലെങ്കിലും ചെറിയ തോതിൽ നമുക്കൊന്ന് എത്തി നോക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. അശ്വതിയും ഭരണിയും കാർത്തിക 15 നാഴികയും വരുന്ന മേടരാശിക്കാർക്ക് വ്യാഴം 6-ാം ഭാവത്തെങ്കിലും ശനി, അതായത് കണ്ടകശനി അഷ്ടമശനി ദോഷങ്ങളൊക്കെ വിട്ട് വളരെ ശോഭനമായിരിക്കുന്നൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2017 ഓഗസ്റ്റ് വരയ്ക്കും കൂടെ അവർക്ക് കുറച്ചൊരു സമയദോഷം കാണുന്നു. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിപ്പിൻ്റെ കാര്യത്തെങ്കിലും, വിദേശവാസം ചെയ്യുന്നതിനാണെങ്കിൽ വിദേശികൾക്കാണെങ്കിൽ വിദേശവാസം ചെയ്യുന്നതിനും, അതുപോലെ വിദേശത്ത് ജോലി നോക്കുന്നവർക്കും എല്ലാവർക്കും കുറച്ച് തടസ്സങ്ങൾ കാണുന്നു. വിവാഹം കഴിയാൻ പ്രയാസമുള്ള ഒരു സമയമായി കാണുന്നു. അതുപോലെ ജോലിയിൽ പ്രമോഷൻ ലഭിക്കാൻ ലേശം പ്രയാസമായി കാണുന്നു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ മേടരാശിക്കാർ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. എങ്കിലും 2017 ഓഗസ്റ്റിന് ശേഷം വരുന്ന വ്യാഴം പകർച്ച 7-ാം ഭാവത്തിലേക്ക് പകരുന്നതോട് കൂടിയിട്ട് വിദേശവാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശവാസം ചെയ്യുന്നതിനും, വിവാഹം മുടങ്ങിക്കിടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനും, ജോലിയിൽ പ്രമോഷൻ ലഭിക്കാത്തവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതിനും, വസ്തുവകകളും വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നതിനും വളരെ ശോഭനമായിരിക്കുന്നൊരു സമയമായിരിക്കും 2017 ഓഗസ്റ്റിന് ശേഷം 2018 ഓഗസ്റ്റ് വരെ എന്നുള്ള സമയമാണ് ഈ മേടരാശിക്കാർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുവരെയും ഈ 2017 ഓഗസ്റ്റ് വരേക്കുള്ള സമയം പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത്, അവർ ശനീശ്വരനെ ഭജിക്കുന്നതൊക്കെ ദോഷത്തിന് പരിഹാരമാണ്. വളരെ ദുരിതപ്പെട്ട സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അവർക്ക് ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്ന സമയങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാവേണ്ട സമയങ്ങളും ജോലി നഷ്ടപ്പെട്ട സമയങ്ങളും ഇങ്ങനെ വളരെ ദുരിതപൂർണ്ണ സമയമായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സമയത്തിൽ നിന്നും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി 2017 ഓഗസ്റ്റോട് കൂടിയിട്ട് അവർക്ക് വളരെയധികം ശോഭനമായിരിക്കുന്നൊരു സമയം അവർക്ക് വന്ന് ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട. വളരെ ഗംഭീരമായിട്ട് തന്നെ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.